ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്കുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 1/2 മീറ്റർ വീതമാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഒരു 5-6 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഈ ലൈനിങ് തുണിയെ ഒന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 പീസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഈ ക്ലോത്തിനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ലെങ്ത് 13 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 13 ഇഞ്ച് നമുക്ക് ലെങ്താണ്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 14.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്തും 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 2 പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ചെസ്റ്റ് വിഡ്ത്ത് 28 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 7 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ പോയിന്റിൽ നിന്നും ഇതുപോലെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ലീവ് വയ്ക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തീരെ നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഫ്രണ്ട് ആം ഹോളായാലും. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഏത് ഷേപ്പാണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്നും ഇതുപോലെ ചെരിച്ച് ആ ഒരു പോയിന്റിലോട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം. ഷേപ്പ് ലെങ്ത് എനിക്കിവിടെ 9 ഇഞ്ചാണ്. അപ്പോൾ 9 അല്ലെങ്കിൽ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് തന്നെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഏറ്റവും താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 3/4 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ചെരിച്ച് ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന സൈഡിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് ഞാനിവിടെ 2-3 എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസില്ലേ, ആ പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന സൈഡ് നമ്മൾ ഈ 1/2 ഇഞ്ച് നീക്കി ഒരു ലൈൻ മാർക്ക് ചെയ്തല്ലോ, ആ ലൈൻ്റെ പുറത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമുക്ക് നെക്ക് പോയിട്ട് ബാക്കി അത്രയും ഭാഗം കറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തില്ല, ബാക്കി അത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ബാക്ക് നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുത്ത് നിന്നും 5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത്രയും ഭാഗത്ത് നമുക്ക് ഹോളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത്രയും ഡിസ്റ്റൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ 4 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തോട്ട് ഇറങ്ങും. അതുപോലെ തന്നെ താഴെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തും ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് ഇറങ്ങും. നമ്മൾ ഈ മുകളിൽ 1/2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്തെടുത്ത് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തത് വരെ എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് അതിൻ്റെ സെൻറ്റർ. ഇനി നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ആ ഹോളിന് വീതി വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹോളിൻ്റെ വീതി എത്രയാണോ അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് 1.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 1.5 ഇഞ്ചായിട്ട് കിട്ടും. അപ്പോൾ ഈ 1.5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നിവർത്തി വെക്കുമ്പോൾ 3 ഇഞ്ചായിരിക്കും വീതി നമുക്ക് കിട്ടുക.
ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ സൈഡിലോട്ട് 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തും ഈ ഒരു ഷേപ്പ് തന്നെ ഒന്ന് കയറ്റി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് 1.5 ഇഞ്ചായിട്ട് കിട്ടും. 1.5 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സൈഡിൽ മാത്രമാണ്. 2 സൈഡിലും കൂടെ വരുമ്പോഴത്തേക്കും 3 ഇഞ്ചായിട്ടായിരിക്കും കിട്ടുക. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വീതി എടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 പീസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ലൈനിങ് തുണി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ഈ ലൈനിങ് തുണി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പീസും വെച്ച് കൊടുക്കാം. വെച്ച ശേഷം നമ്മൾ ഈ കറക്റ്റായിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത അതേ ഷേപ്പിൽ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്താൽ മതി. നെക്ക് കട്ട് ചെയ്യേണ്ട, നെക്ക് പോയിട്ട് ബാക്കി അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് പോയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലായിട്ട് ഈ ലൈനിങ് തുണി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബാക്കിൽ കെട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കെട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഉള്ളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ കെട്ട് വെക്കേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരരിക്, കെട്ടിൻ്റെ ഒരരിക് ആ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുകൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ മറു സൈഡിലും ഞാനിവിടെ കെട്ട് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരരിക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കെട്ടിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട, നമ്മൾ ഈ മാർക്ക് ചെയ്ത് നിർത്തുന്ന ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മതി. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ 2 സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഈ നെക്കിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ അരിക് ഫുള്ളായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ സൈഡും ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആ ലൈനിങ് തുണി കട്ട് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല സൈഡ് കറക്റ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡ് നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറു സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് പീസ് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സൈഡിലായിട്ട് ഇതുപോലെ ലൈനിങ് തുണി വെച്ചിട്ട് നെക്കും അതുപോലെ തന്നെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നെക്കിൻ്റെ ഭാഗത്ത് ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി, അതുപോലെ തന്നെ നെക്കിൻ്റെ അരികും ആം ഹോളിൻ്റെ അരികും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല സൈഡ് കറക്റ്റ് ചെയ്തെടുക്കണ്ട. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ നല്ല സൈഡ് കറക്റ്റ് ചെയ്തെടുത്ത ബാക്ക് പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടിൻ്റെയും കറക്റ്റായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും ഇതുപോലെ ഷോൾഡറുകൾ കറക്റ്റ് ചേർത്ത് വയ്ക്കാം. രണ്ടിൻ്റെയും ആ സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. 2 സൈഡും കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സൈഡും ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഷോൾഡർ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആം ഹോളിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നെക്കിൻ്റെ അരികും ഒക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മളിവിടെ പതിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കേണ്ട ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ 2 പീസ് ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസിൻ്റെ വീതി 3 ഇഞ്ചും ഒരു പീസിൻ്റെ വീതി 2 ഇഞ്ചുമാണ്. അപ്പോൾ ഈ 2 ഇഞ്ച് വീതിയുള്ള പീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് മുകൾ ഭാഗം കുറച്ച് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും ഈ ഒരു പീസ് ചീത്ത സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. 3 ഇഞ്ച് വീതിയുള്ള പീസ് ചീത്ത സൈഡിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു അരിക് ഇതുപോലെ മറു സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അവിടെയും ഒരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1/2 ഇഞ്ചാണ് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് നല്ല സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസ് ചീത്ത സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം മുകൾ ഭാഗം ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് ബാക്കിലോട്ട് ഈ ഒരു പീസ് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മറു സൈഡ് നമ്മൾ ചീത്ത സൈഡിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പീസിന് ആദ്യം ഒന്ന് നിവർത്തി വെച്ചിട്ട് പതിച്ചാദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ആദ്യം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ 1-2 ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഈ 2 പീസ് ജോയിൻറ്റ് ചെയ്ത ഭാഗമില്ലേ അതിൻ്റെ പുറത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യം ഇതുപോലെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 2 ഇഞ്ച് താഴത്തായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ പ്രസ് ബട്ടണാണ് വയ്ക്കുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഹുക്കും കൂടെ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഹുക്കും കൂടെ വയ്ക്കുമ്പോൾ കറക്റ്റ് ഓവൽ ഷേപ്പിൽ തന്നെ നമുക്ക് ആ ബാക്കിലെ ഹോള് കിട്ടും. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നെറ്റിലാണ് ഫ്രില്ല് ചെയ്യുന്നത്. ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത് നോക്കുക എത്രയാണെന്ന്. അതിനെക്കാട്ടിലും 3 ഇരട്ടിയെങ്കിലും വരുന്ന രീതിയിൽ ഈ നെറ്റ് പീസിൻ്റെ ലെങ്ത് എടുക്കണം. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് ഞാൻ വീതി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 2 പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 പീസ് ഒന്നിച്ച് ചേർത്ത് വയ്ക്കാം. കറക്റ്റ് ഈ 2 പീസ് ഒന്നിച്ച് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ലോങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ മെഷീനിൽ സ്റ്റിച്ചിൻ്റെ അകലം ഇല്ല അത് മാക്സിമം കൂട്ടി വെച്ചിട്ട് സെൻറ്ററിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 പീസ് ഇതുപോലെ ചേർത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡിലത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ മറു സൈഡിലത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും അതുപോലെ 2 പീസ് എടുത്തിട്ട് അതിലും ഇതുപോലെ തന്നെ അകത്തിയുള്ള സ്റ്റിച്ച് ഇട്ടെടുക്കണം. ഞാനിവിടെ 2 പീസിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഫ്രില്ലായിട്ട് വന്നോളും. എന്നിട്ട് നമുക്ക് ഈ ആം ഹോളിൻ്റെ ലെങ്ത് എത്രയാണോ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിലുള്ള ത്രെഡ് ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് വലിച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത ശേഷം ആം ഹോളിൻ്റെ അവിടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തല്ലോ അത് വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തൂടെ ഇതുപോലെ ഫ്രില്ല് നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്രില്ല് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കേട്ടോ ഇതുപോലെ ലാസ്റ്റ് വരെ അവിടെയും നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ മറു സൈഡിൽ നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസ് ഒന്നിച്ചല്ലേ നെറ്റിരിക്കുന്നത്. അപ്പോൾ ആ 2 പീസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. 2 പീസ് ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുത്തത്. അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ കാണാനായിട്ട്. ഇതുപോലെ 2 സൈഡിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ നല്ല സൈഡിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പീസിലും ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ നല്ല സൈഡിലായിട്ട് വെച്ചിട്ട് ഈ ഒരു അരിക് ഇതുപോലെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇതേപോലെ അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കിത് ചീത്ത സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ വെച്ച പീസ് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും കണ്ടോ ഇതുപോലെ ആ സൈഡൊന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ട് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കണം. എത്രയാണോ നമ്മൾ സീം അലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബാക്കിൽ കെട്ട് വെച്ചതിൽ കുഞ്ചലം പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു. പിന്നെ തിരിച്ച് ഇതുപോലെ ഒരിക്കൽ ഫോൾഡ് ചെയ്ത ശേഷം വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഫോൾഡ് ചെയ്യുന്നതിന് കണക്കൊന്നുമില്ല. നമുക്ക് എത്രയായിട്ട് വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ പീസ് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ഈ കോണായിട്ട് വരുന്ന ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ ഇതുപോലെ 2.5 ഇഞ്ച് ടേപ്പ് താഴെ മാത്രം ടേപ്പ് നീക്കി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിൻ്റ് യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഇതിനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര പീസാണോ ഉള്ളത് അത് രണ്ടാക്കി വയ്ക്കുക. രണ്ട് സൈഡിലത്തേക്കും വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒരുപോലെ വരുന്ന രീതിയിൽ രണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ വീണ്ടും 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഹോൾ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ ഹോളിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റിയെടുക്കാം. കണ്ടോ ഇതുപോലെ കയറ്റിയെടുക്കാം. ഇനി ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. കണ്ടോ ഇനി നമ്മൾ ചെയ്തത് ലെവൽ അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് ഒന്നിച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ നമുക്ക് കുറേ കൂടെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി വേണമെങ്കിൽ ഇത് ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ SB ഡിസൈൻസ് എന്ന ഇൻസ്റ്റോ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.